ഹായ്, വെൽക്കം ടു സോൾട്ട് മാംഗോ പിക്കിൾ. ഞാൻ വിസ്മയ. ഞാൻ സന്ധ്യ. ഞങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുവരെയുള്ള ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. താഴെ കാണുന്ന ആ ബെല്ലൈക്കണോട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ ചിക്കൻ പോപ്കോണിൻ്റെ വീഡിയോയിൽ ഞാൻ മയോണൈസ് ചെയ്തായിരുന്നു. പക്ഷേ ആ വീഡിയോയുടെ ലെങ്ത് ഓവർ ആവുന്നതുകൊണ്ട് ഞാൻ മയോണൈസിൻ്റെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തില്ലായിരുന്നു. അപ്പം ഞാൻ ഈ വീഡിയോയിൽ എങ്ങനെയാണ് ആ മയോണൈസ് തയ്യാറാക്കിയതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് മയോണൈസിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മുട്ട 2 എണ്ണം, വെളുത്തുള്ളി 2 എണ്ണം, വിനീഗർ 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്. ഇനി നമുക്കിതുപോലെ ഒരു മിക്സി എടുത്തിട്ട് അതിലേക്ക് ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 1 മുട്ടയിലും ചെയ്യാം, 3 മുട്ടയിലും ചെയ്യാം. നിങ്ങളുടെ മയോണൈസിന് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ 2 മുട്ടയെ നമുക്ക് ഈ മിക്സിയിലോട്ടൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 ടീസ്പൂണേ ചേർത്തുള്ളൂ. 2 അല്ലി വെളുത്തുള്ളി ഒന്ന് കഷ്ണമാക്കി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. പതയുന്നിടം വരെ നമ്മൾ നല്ലോണം അടിച്ചെടുക്കണം. അങ്ങനെ ഞാനിവിടെ മുട്ട നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ പതഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ അടിച്ചെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ എണ്ണ ഒഴിച്ചു കൊടുത്ത് അടിച്ചെടുക്കാം. ഒറ്റയടിക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ആദ്യമേ കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് അടിച്ചെടുക്കണം. അതൊന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ട് വരും. ഇനിയും നമുക്കിതിലേക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചൊന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ വീണ്ടും ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വീണ്ടും അതുപോലെ തന്നെ കുറേശ്ശെ എണ്ണ ഒഴിച്ച് മയോണൈസിൻ്റെ ആ ടെക്സ്ചർ കിട്ടുന്നിടം വരെ ഇങ്ങനെ എണ്ണ ലേശം ഒഴിച്ചൊഴിച്ച് അടിച്ചെടുക്കണം. നമ്മൾ എത്ര മുട്ട എടുത്തോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കേണ്ടത്. മുട്ട 2 എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ എണ്ണ വേണ്ടി വരും. 1 എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് എണ്ണ മതിയാവും. നല്ലോണം കുറുകി വരുന്നിടം വരെ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് നല്ല ലൂസായിട്ടുള്ള മയോണൈസ് ഇഷ്ടമെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അല്ല നല്ല കട്ടിക്കാണ് മയോണൈസ് കിട്ടേണ്ടതെങ്കിൽ എണ്ണ വീണ്ടും ഒഴിച്ചു കൊടുക്കണം. എണ്ണ കൂടുന്നതിനനുസരിച്ചാണ് മയോണൈസ് നല്ല കട്ടിയായിട്ട് വരുന്നത്. അങ്ങനെ ഇവിടെ നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടിക്ക് കടയിലൊക്കെ കിട്ടുന്ന ആ ടെക്സ്ചറിൽ തന്നെ നമുക്ക് മയോണൈസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പും പുളിയും ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഉപ്പ് കൂടുതൽ വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം, പുളി വേണമെങ്കിൽ വിനീഗർ കൂടുതൽ ആഡ് ചെയ്താൽ മതി. ഈ ഒരു ടെക്സ്ചറിലാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ നമുക്ക് കടയിലൊക്കെ കിട്ടുന്ന മയോണൈസ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടിൽ ദെൻ എവരിവൺ ടേക്ക് കെയർ, ബൈ.